ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡു ഒരു ബാലപ്രതിഭയും സ്വാതന്ത്ര്യ സമര സേനാനിയും കവയിത്രിയുമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഗവർണറാവുന്ന ആദ്യ വനിതയും സരോജിനി നായിഡു ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്ന നായിഡു ദണ്ഡിയാത്രയിൽ മഹാത്മാഗാന്ധിയെ അനുഗമിച്ചു. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ പിറന്നാൾ ദിനം ഇന്ത്യയിൽ വനിതാ ദിനമായി ആചരിക്കുന്നു. 1879 ഫെബ്രുവരി 13-നാണ് സരോജിനി നായിഡു ജനിച്ചത്. സാമൂഹിക സമ്മർദ്ദം കാരണം ബംഗാളിൽ നിന്നും ഹൈദരാബാദിലേക്ക് താമസം മാറ്റേണ്ടി വന്ന ഡോക്ടർ അഘോരനാഥ് ചട്ടോപാധ്യായുടെയും പത്നി വരദ സുന്ദരി ദേവിയുടെയും മൂത്ത മകളായിരുന്നു സരോജിനി നായിഡു. മദ്രാസ്, ലണ്ടൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം നടത്തിയ സരോജിനി നായിഡു പഠനകാലത്ത് കവിതാരചനയിൽ മികവ് പ്രകടിപ്പിച്ചിരുന്നു. കവിതയുടെ ഉപാസകയായ ഇവർ ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെട്ടത്. പദ്യഗദ്യ സാഹിത്യരംഗത്തെ സംഭാവനകൾ മാനിച്ച് ഗാന്ധിജി ഭാരതഗോകുലം എന്ന പേരും നൽകിയിട്ടുണ്ട്. സരോജിനി നായിഡുവിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. സമൂഹത്തിലെ സ്ത്രീ സമത്വത്തിനായി അവർ കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായും 1947 അവർ ഉത്തർപ്രദേശിലെ ഗവർണറുമായിരുന്നു. 1949 മാർച്ച് 2 സംസ്ഥാന ഗവർണർ പദവിയിലിരിക്കെ സരോജിനി നായിഡു അന്തരിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 13 അവരുടെ ജന്മദിനം ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായി ആഘോഷിക്കുന്നു.